സദൃശവാക്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അതിന്റെ രൂപരേഖ നമ്മൾ പഠിക്കുന്നു. സദൃശവാക്യങ്ങൾ ആപ്തവാക്യങ്ങളായിട്ട് ജീവിതത്തിൽ നമുക്ക് എടുക്കാം. ദൈവം ദാവീദിന്റെ മകനായ ശലോമോന് പ്രത്യേക ജ്ഞാനം കൊടുത്തു. അതുപോലെ ഒരു ജ്ഞാനി ഉണ്ടാകുകയില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇതാ ശലോമോനിലും വലിയവൻ എന്ന് പറയുന്നു. ജഡാവതാരം എടുത്തു വന്ന ക്രിസ്തു ദൈവമായതുകൊണ്ടാണ് അത് പറയുന്നത്. ഞാൻ പറയുന്നത് മനുഷ്യരായിട്ടുള്ളവർക്ക് ഇതുപോലുള്ള ജ്ഞാനം കിട്ടിയില്ല. ഈ ജ്ഞാനം വലിയ ജ്ഞാനമാണ്. മതിലിന്മേൽ വളരുന്ന ഈ സോപ്പ് ചെടി, ഭൂമിയിൽ ഇഴഞ്ഞ് ജീവിക്കുന്ന ചെറിയ എറുമ്പ്, അതിന്റെ കൂട്ടിൽ അതിന്റെ അധ്വാനങ്ങൾ, ഇതെല്ലാം ശലോമോൻ. അപ്പോൾ റിസർച്ച് വാക്കർ ആയിരുന്നോ ശലോമോൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഇല്ല. ഭൂപാലകന്മാരെല്ലാം ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. ഇന്ന് ഭൂമിയിൽ നിൽക്കുന്ന ഇല്ലെങ്കിൽ പഴയ കാലത്തുള്ള സകല രാജാക്കന്മാർ ആരാധന, അരമന, അതുപോലെ തന്നെ മിലിറ്ററിയുടെ ആ യൂണിഫോം ഉള്ള ആ പരേഡ്, ആ പ്രസന്റേഷൻ, പ്രൊസഷൻസ് എല്ലാം ശലോമോനിൽ നിന്നാണെന്ന് വേദപുസ്തകം പറയുന്നത്. കാര്യം അതിന്റെ പഴക്കം വെച്ച് നോക്കിയാൽ ഇന്നും നമുക്കറിയാം വലിയ പ്ലെയിനുകൾ നിർമ്മിച്ച റോക്കറ്റുകളൊക്കെ വിടുന്ന ഈ രാജ്യം, ഏതെങ്കിലും ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആ രാജ്യത്ത് സന്ദർശിക്കാൻ ചെന്നാൽ കാർപ്പറ്റ് ഒക്കെ വിരിച്ചിട്ട് റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്ത് ചെണ്ടേ പേ 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 എന്ന് കൊട്ടി വലിയ രീതിയിലുള്ള ഓർണമെന്റലായിട്ടുള്ള വലിയ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെയാണ് അവർ ആണർ ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ്? ഇത് ശലോമോനിൽ നിന്നും ഇങ്ങനെ പിന്തുടർച്ച പോയതാണെന്ന് പറയുന്നു. അതുപോലെ ശേബാരാജ്ഞി വന്നു, അവരുടെ ഭൃത്യന്മാരുടെ നിപ്പ്, ആ മേശമേലുള്ള ഇരിപ്പ്. അപ്പൊ അതിന്റെ അർത്ഥം സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിതത്തെ രാജാക്കന്മാരെങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ശലോമോന. അപ്പോൾ തന്നെ സാധുവായ ഒരു മനുഷ്യൻ അധ്വാനശീലനാകണമെന്നും കിടന്നുറങ്ങില്ലെന്നും ഉറുമ്പിനെ പോലെ വേനൽക്കാലത്ത് തന്റെ ആഹാരം ശേഖരിക്കണമെന്നും ഒക്കെ പകർന്നു കൊടുത്ത ഒരു വ്യക്തിയുടെയാണ്. അപ്പൊ പണ്ഡിതനും പാമരനും ഏത് ജീവിതത്തിലെ ഏത് തുറയിലുള്ളവനും പഠിക്കുവാനുണ്ട്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ദൈവത്തിന്റെ വചനപ്രകാരമാണെന്ന് പറയുമ്പോൾ തന്നെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അവൻ വൃദ്ധനായാൽ അത് വിട്ടുമാറുകയില്ലെന്ന് കുഞ്ഞുങ്ങൾക്ക് ഓതിക്കൊടുക്കുവാൻ തന്ന ആശയവും ഈ സദൃശവാക്യത്തിൽ നിന്നാണ്. 31 അധ്യായങ്ങളുള്ള ഈ സദൃശവാക്യത്തിൽ നമുക്കറിയാം ചിലത്. വെർച്വസ് വുമൺ, ഒരു സ്ത്രീ എങ്ങനെ ഇരിക്കും, ഭാര്യയെ കിട്ടുന്നവന് ഭാഗ്യം ലഭിക്കുന്നു, ഇല്ലെങ്കിൽ കൃപ ലഭിക്കുന്നു, അനുഗ്രഹം ലഭിക്കുന്നു. അങ്ങനെ സാമർഥ്യമുള്ള ഭാര്യ, അങ്ങനെയുള്ളൊരു ചിത്രീകരണമുണ്ട്. ഭോഷൻ, ദുഷ്ടൻ, വേശ്യയായി ജീവിക്കുന്ന സ്ത്രീ, ഇങ്ങനെയുള്ള ഓരോ ആംഗിളിൽ നിന്നുകൊണ്ടും ഓരോരുത്തരുടെ ജീവിതത്തെ വരച്ച് കാട്ടിയിരിക്കുകയാണ്. അതിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കണം. എന്നാൽ ഈ ശലോമോന്റെ ജീവിതത്തിൽ ഇത് പ്രായോഗികമായി വന്നോ എന്ന് ചോദിക്കരുത്. എനിക്കതിന് ആൻസർ തരാൻ കഴിയില്ല. ജ്ഞാനം പഠിച്ചാൽ മാത്രം പോരാ, ജ്ഞാനത്തെ ജീവിതത്തിൽ അത് അഭ്യസിക്കുവാനോടുള്ള കൃപയുടെ ദൈവം തരണം. ഇല്ലെങ്കിൽ അറിവ് ചീർപ്പിക്കുമല്ലാതെ അറിവ് ജീവിതത്തിൽ അനുഗ്രഹമാകില്ല. ഇത്രമാത്രം അറിവുകളും ബുദ്ധി ഉണ്ടായ ശലോമോന്റെ മകൻ വന്നപ്പോൾ വളരെ ഭോഷനായ തീരുമാനമെടുക്കുന്ന ഒരു രാജാവായ രഹബയാം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കാണുന്നു. ഇതും ചോദിക്കും, ഇങ്ങനെ ജ്ഞാനിയായ അപ്പൻ എങ്ങനെ ഇങ്ങനെ ഭോഷത്വം ചെയ്യുന്ന ഒരു മകനുണ്ടായി? എന്താ ആൻസർ പറയാനും? നമുക്ക് ഒരു ആൻസറും പറയാനൊക്കെ ഇല്ല. അപ്പോ നമുക്ക് തരുന്ന കൃപകളോ അറിവുകളോ അടുത്ത തലമുറയിലേക്ക് തരണമെന്നുള്ളതും ദൈവത്താൽ നടക്കണം. ആ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം എന്നുള്ളതും ദൈവത്താൽ നടക്കണം. അറിവുകൾ അനുഗ്രഹമാകില്ല. പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പരാജയം, നാം അറിവിന് വേണ്ടി പോകുന്നു, ഇൻഫർമേഷൻ. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? നമുക്കൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ, അവിടെ രൂപാന്തരം ഉണ്ടാകണം. ഞാനും ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു. പല കാര്യങ്ങളും എൻ്റെ ബാല്യത്തിൽ എനിക്ക് അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു, സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തിരുവചനത്തിലെ സത്യങ്ങൾ ദൈവദാസന്മാർ ആത്മപ്രേരിതമായി സംസാരിച്ചപ്പോൾ അതെന്റെ മനസ്സിൽ ടെക്ക് ഓഫ് വാർ, ഒരു വടംവലി, ശരിയത് തെറ്റേത്. അത് ഈ വചനം എന്നെ കീഴടക്കി, എൻ്റെ ജീവിതത്തെ കീഴടക്കി, എൻ്റെ സ്വഭാവത്തെ കീഴടക്കി. എൻ്റെ ജീവിതത്തിൽ പലതും അങ്ങനെ കീഴടക്കിയത് വചനത്താൽ അങ്ങനെ മരുക്കം പ്രാപിച്ചത് കൊണ്ട് ചിലതെങ്കിലും എൻ്റെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ വകയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സദൃശവാക്യം നല്ല കാര്യമാണ്.
പഠിക്കുക. ഓരോ ദിവസവും ഓരോ അധ്യായം പഠിക്കാൻ സാധിച്ചാൽ നല്ലത്. ആ പഠിക്കുന്ന കാര്യം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നോക്കുമ്പോൾ എങ്ങനെ ബുദ്ധിയോടുകൂടി ജ്ഞാനത്തോടുകൂടി ഉണ്ടാകണം. ഇവൻ വീട് പണിയുന്ന കാര്യത്തെക്കുറിച്ച് ശലോമോൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സങ്കീർത്തനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് 3000 സദൃശവാക്യങ്ങൾ എഴുതി. പക്ഷെ 3000 ഒന്നും ഈ സദൃശവാക്യത്തിലില്ല. അപ്പൊ ദൈവം 3000 എഴുതിയാൽ എത്ര എണ്ണം എടുക്കണമെന്നുള്ളതും അത് ദൈവവചനത്തിന്റെ ഭാഗമാക്കണമെന്നുള്ളതും തമ്പുരാന്റെ കയ്യിലായിരിക്കുന്നത്. താൻ 3000 സദൃശവാക്യങ്ങൾ എഴുതി 1005 പാട്ടുകൾ എഴുതി. സങ്കീർത്തനത്തിൽ കുറച്ച് പിൽഗ്രിംസ് ആയിട്ട് പോകുന്നവർ പാടുന്ന പാട്ട് സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്, ഉത്തമഗീതത്തിലുണ്ട്. അതൊക്കെ വളരെ ലിമിറ്റാ. എന്നാൽ 1005 പാട്ട് എഴുതിയിട്ട് എന്തുകൊണ്ടാണ് അത് മുഴുവൻ വരാഞ്ഞത് എന്ന് നിങ്ങൾ ചോദിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ ദൈവം അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഹിഡൻ മീനിങ് കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പഠിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ദാവീദിന്റെ ഒരു പ്രാർത്ഥന, കർത്താവേ എന്റെ വായിലെ വാക്കും ഹൃദയത്തിൽ നിനക്ക് പ്രസാദനമായിരിക്കട്ടെ. ദാവീദ് ഇത്രമാത്രം എഴുതിയിട്ട് ദാവീദിന്റെ ആ എഴുതിയതെല്ലാം ചേർക്കപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. ദാവീദിന്റെ ഈ കണക്കുകളെ നമുക്ക് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ശലോമോന്റെ കണക്കുകൾ എടുക്കാൻ 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ പറയുന്നുണ്ട്, താന് ഇത്രമാത്രം എഴുതി എന്നും 3000 വാക്യങ്ങൾ എഴുതി 1005 പാട്ടുകൾ എഴുതുന്നത്. എന്നാൽ ദാവീദ് എഴുതിയതെല്ലാം വന്നത്. അതുകൊണ്ട് ദാവീദിന്റെ ഫോക്കസ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ വണ്ണം ചെയ്യേണ്ട ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണം. എന്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന് ചൊല്ലിയതും ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവന്നു. എന്നാൽ ശലോമോനോ 3000 എഴുതി. അതിൽ കുറച്ച് ഹിസ്കിയാവിന്റെ ആൾക്കാരാണ് പിന്നെ കുറെ കാര്യങ്ങളോട് എടുത്തിട്ട് അത് ചേർത്ത് എന്നത് അവസാന ചില അധ്യായങ്ങളിൽ തലക്കെട്ടിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ, ദൈവത്താൽ പ്രാപിച്ച ബുദ്ധി, തൻ്റെ ജീവിതം, തൻ്റെ റിസർച്ച്, താൻ പഠിച്ചത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഭൂമിയിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. സ്നേഹിത, 4 വാക്ക് സദൃശവാക്യത്തിൽ പഠിച്ചിരുന്നാൽ നല്ലതാണ്. അത് നന്നായിരിക്കും. ഇനിയും ശലോമോൻ വളരെ കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ തനിക്കറിയാം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്ന് വാൾസ്ട്രീറ്റിലെ ഈ ഐഡിയ അതൊക്കെ കൊണ്ടുവന്ന് പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഐഡിയ എല്ലാം കൊണ്ടുവന്ന് ഈ മനുഷ്യനാണ്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിവായി മാത്രം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറഞ്ഞു കൊടുത്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട് എന്ന് അവരിൽ പറയുന്നു. ന്യായമായി അത് നമുക്ക് സ്വീകരിക്കാം. എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെ ഒരു ബുദ്ധിമാനെ ഉണ്ടാക്കി ഇങ്ങനെ അവന്റെ അന്ത്യത്തിൽ വന്നപ്പോൾ അവനത് വിവരിക്കാതെ വന്നു എന്ന് മനുഷ്യര് പറയാൻ തക്കവണ്ണം യോബിനെ പോലെ മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും. യോബ് ധനികനായ മനുഷ്യൻ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി ദൈവത്തെ തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയതുപോലെ ബുദ്ധിമാനായ മനുഷ്യൻ സകല കാര്യത്തിലും ഭൂമി സൂര്യന് കീഴേ ഉള്ളതാണ് പുള്ളിയുടെ മുഴുവൻ റിസർച്ച്. സൂര്യന് മേളിലുള്ളതിലോട്ട് പോയിട്ടില്ല. ഭൂമിയിലുള്ള ഭൗതിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് പഠിച്ച് അവസാനം ഒരു പരാജയത്തെ ജയമാക്കി മാറ്റുന്ന യേശുവിൽ എല്ലാത്തിന്റെ അവസാനം ഇതാണ്: ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി വരുന്ന ഒരു പ്രോഡിക്കൽ സൺ എന്ന് വെച്ചാൽ ധൂർത്തപുത്രനെ പോലെ നമുക്ക് ചിലപ്പോൾ ശലോമോന്റെ എഴുത്തുകളുടെ അതിന്റെ അടുക്കൾ കാണുമ്പോൾ തോന്നും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല. ലോകം അനുഭവിക്കാൻ പോയ മനുഷ്യൻ അവസാനം പറയുകയാണ് ഇതെല്ലാം മായയാണ്, മായ എന്ന് പറയുന്നു. അപ്പോൾ മായ അല്ലാത്തതൊന്നുണ്ട്, ഈ കാണുന്നതല്ല വരുവാൻ പോകുന്നത്. അതും ഇതിൻ്റെ അകത്തെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് എടുക്കാം. ദൈവം. The book of Proverbs. The word proverb typically refers to a short, clever saying that offers some kind of wisdom, and this book has a lot of those. But they're almost all in the center section of the book, chapters 10 to 29. But there is way more going on in the book of Proverbs, especially at the beginning, chapters 1 through 9, and the conclusion, chapters 30 and 31. The book's been designed with an introduction, chapter 1, verses 1 through 9, and it first of all links this book to King Solomon. Now remember the story in 1 Kings chapter 3. Solomon had asked God for wisdom to lead Israel well. And so Solomon became known as the wisest man in the ancient world. And we're told in 1 Kings chapter 4 that he wrote thousands of proverbs and poems and collected knowledge about plants and animals. So Solomon was like the fountainhead of Israel's wisdom literature. So while not all the material in this book is written by him personally, he is where Israel's wisdom tradition began.
The introduction says that by reading this book, you too can gain wisdom. Now, wisdom for most of us means knowledge, but the Hebrew word chokhmah means much more than just mental activity. It refers to action also. So think skill or applied knowledge. This is why back in the book of Exodus, chapter 31, it was artists and craftsmen in Israel who were said to have chokhmah. So the purpose of this book is to help you develop a set of practical skills for living well in God's world. And this gets linked with another key idea in the introduction, the fear of the Lord. Now, fear here is not about terror. It's about a healthy sense of reverence and awe for God and about my place in the universe. It's a moral mindset that recognizes I am not God and that I don't get to make up my own definitions of good and evil and right and wrong. Rather, I need to humble myself before God and embrace God's definition of right and wrong, even when that's inconvenient for me. Now, this introduction leads us into the first main section of the book, chapters 1 through 9, which also doesn't contain short one-liner proverbs. Rather, what we find here are 10 speeches from a father to a son about how the son should listen to wisdom and cultivate the fear of the Lord and live accordingly, which means a life of virtue and integrity and generosity, all of which lead to success and peace. The father warns his son also about folly and evil and stupid decisions that will breed selfishness and pride, all leading to ruin and shame. And so the son should make the pursuit of wisdom and the fear of the Lord his highest goal in life. And this way of thinking, it forms the moral logic of this entire book. Now, these speeches from the father also clue us into what biblical wisdom literature is and how it's different from other parts of the Bible. These books explore how to live well in God's world, but wisdom is not the same as law, like what Moses gave Israel at Mount Sinai. And it's not the same as prophecy, divine speech to God's people. Rather, wisdom literature has the accumulated insight of God's people through the generations about how to live in a way that honors God and others. And so, through the book of Proverbs now, these human words about wisdom have been put together as God's word and wisdom to his people, which connects to the other thing you find in chapters 1 through 9. There are 4 poems from Lady Wisdom. Here, wisdom has been poetically personified as a woman who calls out to humanity to pay attention and to seek her. Wisdom says that she is woven into the fabric of the universe, and so wherever you see people making wise decisions, they are relying on her. So you see someone being generous or having sexual integrity or upholding justice. They are drawing on wisdom. These Lady Wisdom poems, they're a creative, poetic way of exploring this idea that we live in God's moral universe, and that goodness and justice are objective realities that we ignore to our own peril. And so fearing the Lord, living wisely, it's living along the grain of the universe. Now together, these 2 sets of speeches from the Father and Lady Wisdom, they make a powerful claim about this book, that you're not simply reading good advice, you're reading God's own invitation to learn wisdom from previous generations. And so in the next section of the book, chapters 10 through 29, we find hundreds of ancient proverbs, and they apply wisdom and the fear of the Lord to every life topic you could imagine: family, work, neighborhood, friendship, sex, marriage, money, anger, forgiveness, alcohol, debt, everything. And these are all filtered through the value system of Proverbs 1 through 9. Now, these Proverbs, they're all pretty short, they're easy to memorize, and actually this section of the book is meant to become a reference work that you return to time and time again throughout the years, which raises some important issues in learning how to read these Proverbs. First of all, Proverbs are by nature about probabilities. So you fear the Lord and you make wise, good choices, things will likely go well for you. And if you don't fear the Lord, you're foolish, your life will likely not go so well. Now, that is all often true, but not always. Which leads to the next point, that Proverbs are not promises. They're not formulas for success. So, some Proverbs, for example. The fear of the Lord prolongs your life, but the years of the wicked are cut short. Or, train up a child in the way they should go, and when they're old, they won't turn from it. So yes, fearing God, being a moral person, will most likely lead to a better, longer life, and raising your kids in a stable, loving home does set them up well, but there are no guarantees. Lots of things can and often do go wrong in our world. And so lastly, Proverbs by nature focus on the general rule, but not the exceptions, which are many.
And the wisdom books actually aren't ignorant of that. The exceptions are what the other wisdom books, Job and Ecclesiastes, are all about. And together, these acknowledge that life is too complex for simple formulas, which is why we need all of the wisdom books together to get the bigger picture. This all leads to the final section of the book, 2 large collections of poems. First, poems from a man named Agur, who begins by acknowledging his own ignorance and folly and his great need for God's wisdom. And then Agur discovers that divine wisdom has been given to him in the scriptures, which teach him how to live well. And so Agur is put before us as like a model reader of the book of Proverbs, somebody who's always open to hearing God's wisdom through the scriptures. The final poems are connected to a man named Lemuel. He's a non-Israelite king, and he passes on the wisdom that was given to him by his mom. It's guidance for being a wise and just leader. And then the final poem is an acrostic or an alphabet poem where each line begins with a new letter of the Hebrew alphabet. And the entire poem's about the woman of noble character. It depicts a woman who lives according to the wisdom of Proverbs and stands like a model of someone who takes God's wisdom and then translates it into practical decisions in everyday life, at work or at home, in her family and in her community. So the book opened with words from a father to a son about listening to Lady Wisdom, and so now the book closes by offering the words of a mother to her son about a woman who lives wisely. The book of Proverbs is for every person in every season of life. It's a guide for living wisely and well in God's good world, and that's what the book of Proverbs is all about.